പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന ചാപ്റ്ററിലെ 90th പേജിലെ 91th പേജിലെയും ചില ചോദ്യങ്ങൾ ചെയ്യാം. To make a dosha, we need to take 2 cups of black garam for every 6 cup of rice. For 9 cup of rice, how many cups of black garam shall be taken? ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഉഴുന്നും 6 കപ്പ് അരിയുമാണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ 9 കപ്പ് അരി എടുക്കുമ്പോൾ നമുക്ക് എത്ര കപ്പ് ഉഴുന്ന് വേണ്ടി വരും? 2 കപ്പിന് 6 കപ്പ് ആവുമ്പോൾ 9 കപ്പ് അരിക്ക് എത്ര ഉഴുന്ന് വേണ്ടി വരും എന്നാണ് ചോദ്യം. ചെയ്ത് നോക്കാം. ടു മേക്ക് ദോശ, ദ റേഷ്യോ ഓഫ് ബ്ലാക്ക് ഗരം ടു റൈസ് എന്ന് പറയുന്നത് 2:6 എന്നുള്ളതാണ് റേഷ്യോ. 2 കപ്പ് ഉഴുന്നിന് 6 കപ്പ് അരി. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യാം? 2/6 എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനെ ഏറ്റവും സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ആക്കി മാറ്റുമ്പോൾ 1/3. അതായത് 1 കപ്പ് ബ്ലാക്ക് ഗരത്തിന് 3 കപ്പ് റൈസാണ് ആവശ്യം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം വി നീഡ് എന്താണ്? ഫോർ 9 കപ്സ് ഓഫ് റൈസ്. വി നീഡ് ഹൗ മെനി കപ്സ് ഓഫ് black garam? അപ്പം 9 കപ്പിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര? അപ്പോൾ ഇവിടെ നമ്മളെ ഏറ്റവും ലോവസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:3. അപ്പം 1:3യിൽ ഈ 3യുടെ പൊസിഷനിലാണ് നമുക്കിപ്പോൾ 9 വന്നിരിക്കുന്നത് അല്ലേ? 1 ഗ്ലാസ് ഉഴുന്നിന് 3 ഗ്ലാസ് അരിയാണ് കണക്കെങ്കിൽ 9 ഗ്ലാസ് റൈസ്. അപ്പം 3 എങ്ങനെ 9 ആയി എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ 3 എങ്ങനെ 9 ആയി? 3 3s ആണ് 9. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? 1 3s are 3. അപ്പം 9 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് ഉഴുന്ന് വേണം. അപ്പോൾ എന്താ എഴുതേണ്ടത് നമ്മൾ? വി നീഡ് 3 കപ്സ് ഓഫ് ബ്ലാക്ക് ഗരം. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഉഴുന്നും അരിയും തമ്മിലുള്ള അംശബന്ധം 2:6. 2 അംശബന്ധം 6 ആണ്. നമ്മളതിനെ 2/6 എന്ന് എഴുതുന്നു. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാക്കി മാറ്റുന്നു. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്ന അംശബന്ധം എന്ന് പറയുന്നത് 1:3 ആണ്. ഇനി 9 കപ്പ് അരി വേണ്ടി വരുമ്പോൾ 9 കപ്പ് അരിക്ക് എത്ര കപ്പ് ഉഴുന്ന് വേണം? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. 3 കപ്പ് അരിക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 9 കപ്പ് അരിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് 3 എങ്ങനെ 9 ആയി? 3s are 9. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1 × 3 3. അപ്പം 3 കപ്പ് ഉഴുന്ന് വേണം. അടുത്ത ചോദ്യം. ടു പ്ലാസ്റ്റർ ദ വാൾസ് ഓഫ് എ ഹൗസ്, cement and sand are mixed in the ratio 1:5. 45 sacks of cement were bought. How many sacks of sand are needed? ഒരു ഭിത്തി പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിമെന്റിന്റെയും മണലിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. അപ്പം ഒരു വലിയ ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കണം നിങ്ങൾ. അപ്പം നമ്മൾ 45 ചാക്ക് സിമെന്റ് എടുത്തു എങ്കിൽ എത്ര ചാക്ക് മണൽ നമ്മൾക്ക് ആവശ്യം വരും? റേഷ്യോ ഓഫ് സിമെന്റ് ആൻഡ് സാൻഡ് 1:5. അതായത് 1/5 എന്നുള്ളതാണ് റേഷ്യോ. ഒരു ചാക്ക് സിമെന്റിന് 5 ചാക്ക് മണൽ വേണം. ഇനി നോക്കുക. 45 സാക്ക് ഓഫ് സിമെന്റ്. നമ്മൾ 45 ചാക്ക് സിമെന്റ് എടുക്കുമ്പോൾ എത്ര ചാക്ക് മണൽ വേണം എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? 1/5 എന്ന റേഷ്യോയിൽ നമുക്ക് ഈ 1 എന്ന് പറയുന്നത് സിമെന്റിന്റെ അളവിന്റെ റേഷ്യോ ആയിരുന്നല്ലോ. അപ്പോൾ 1 ആണ് എന്തായി മാറിയത്? 45. 1 എങ്ങനെ 45 ആണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 1 × 45 ആണ് 45. അപ്പോൾ 5 × 45 എത്രയാണ്? 225. അപ്പം എന്താണ്? നമ്പർ ഓഫ് സാക്ക് എന്താണ്? സാൻഡ് നമ്പർ ഓഫ് സാക്ക്
we need the number of sacks of sand. എത്ര ചാക്ക് മണൽ വേണം നമുക്ക്? 225 ചാക്ക് കേട്ടോ. സിമെന്റും മണലും തമ്മിലുള്ള അംശബന്ധം 1:5. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5. 45 ചാക്ക് സിമെന്റിന് ആവശ്യമായ മണൽ എന്ന് പറയുന്നത് 1:5 ആനുപാതികമായിട്ടാണ് വരുന്നത്. അപ്പോൾ 1 എന്നുള്ളത് സിമെന്റിന്റെ അളവായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1 എന്നുള്ളത് എന്തായി മാറണം? 45 ചാക്ക് സിമെന്റ് ആയിട്ട് മാറി. അപ്പോൾ 5 എന്നുള്ളത് എന്താവണം? 1 എങ്ങനെ 45? 1 ഇൻറ്റു 45 ആണ് 45. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 45, 225 ചാക്ക് സിമെന്റ് നമുക്ക് വേണം. സിമെന്റ് അല്ല, മണൽ വേണം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 12 liters of paint was mixed with 8 liters of turpentine while painting the house. How many liters of turpentine should be mixed with 50 liters of paint? നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ സാധാരണ പെയിന്റും ടർപ്പന്റൈനോട് മിക്സ് ചെയ്യാറാണല്ലോ പതിവ്. അപ്പോൾ 12 ലിറ്റർ പെയിന്റിന് 8 ലിറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 15 ലിറ്ററിന് എത്ര ടർപ്പന്റൈൻ നമ്മൾ മിക്സ് ചെയ്യണം എന്നാണ് ചോദ്യം. ഹിയർ ദ റേഷ്യോ ഓഫ് പെയിന്റ് ആൻഡ് ടർപ്പന്റൈൻ എന്ന് പറയുന്നത് 12:8 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നു അതിനെ? 12/8. നമ്മളതിനെ ചെറുതാക്കുമ്പോൾ 12/8 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 6/4 എന്ന് വരും. വീണ്ടും കട്ട് ചെയ്യുമ്പോൾ അത് 3/2. അപ്പോൾ 3/2, 3:2 എന്നുള്ളതാണ് റേഷ്യോ. 3:2. അപ്പം പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ 15 liters ഓഫ് പെയിന്റ്. അപ്പം പെയിന്റിന്റെ സ്ഥാനത്ത് നമുക്കിപ്പം 3/2 എന്നുള്ളതാണ് റേഷ്യോ വന്നിരിക്കുന്നത്. നമ്മൾക്ക് 15 ലിറ്റർ, 3:2. സോ 15 ലിറ്റർ ഓഫ് പെയിന്റ്, 15 ലിറ്റർ പെയിന്റ് എടുക്കുമ്പോൾ എത്ര ലിറ്റർ ടർപ്പന്റൈൻ വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് 3 എങ്ങനെ 15 ആയി? അപ്പം 3 5s ആണ് 15 വരുന്നത്, ശരിയല്ലേ? അപ്പം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട്. 2 5s are 10. അപ്പം 15 ലിറ്റർ പെയിന്റിന് 10 ലിറ്റർ ടർപ്പന്റൈൻ ആണ് വേണ്ടത്. സോ 15 ഡിവൈഡഡ് ബൈ 10. അപ്പം നമുക്ക് വേണ്ടത് എത്രയാണ്? 10 ലിറ്റർ ഓഫ് ടർപ്പന്റൈൻ ആണ് ആവശ്യം. ഓക്കെ. നാലാമത്തെ ചോദ്യം. ഇൻ എ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ വുമൻ ആൻഡ് മെൻ ആർ ഇൻ ദ റേഷ്യോ 11:10. There are 1783 women in the ward. How many men are there in the ward? What is the total number of women and men? ഒരു പഞ്ചായത്തിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 11:10 ആണ്. ആകെ ആ നാട്ടിൽ, ആ വാർഡിൽ 1793 സ്ത്രീകൾ ഉണ്ട് എങ്കിൽ അവിടെയുള്ള പുരുഷന്മാരുടെ എണ്ണം എത്ര? ദെൻ ആകെ ആ നാട്ടിൽ എത്ര പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്? നോക്കിക്കേ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റേഷ്യോ 11:10. അപ്പൊ 10നേക്കാൾ കൂടുതലാണല്ലോ 11. അപ്പൊ സ്ത്രീകളാണ് കൂടുതൽ. ആ സ്ത്രീകളുടെ എണ്ണമാണ് 1793 തന്നിരിക്കുന്നത് കേട്ടോ. മലയാളം മീഡിയം കുട്ടികൾ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്കണം. ടീച്ചർ അതും കൂടെ കൂടിയാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ടീച്ചറുടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അംശബന്ധം 11:10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ 11 ആ റേഷ്യോ 11 വന്നത് യഥാർത്ഥത്തിൽ ആ അവിടെയുള്ള സ്ത്രീകളുടെ എണ്ണം 1793 ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് വിമൻ ആൻഡ് മെൻ എന്നുള്ളത് 11:10 ആണ്. അതായത് 11/10 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. കട്ട് ചെയ്തിന് ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഇനി നോക്കുക, 11/10 കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇപ്പോഴത്തെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പം 11/10 ഇതിനകത്ത് 11 എന്നുള്ളത് സ്ത്രീയുടെ എണ്ണത്തിന്റെ റേഷ്യോയും 10 എന്ന് പറയുന്നത് പുരുഷന്മാരുടെ എണ്ണത്തിന്റെ റേഷ്യോയുമാണ്. അപ്പൊ 11 എങ്ങനെ ആയി മാറിയിട്ടുണ്ട്? 1793. 1793 സ്ത്രീകളാണ് ആ പഞ്ചായത്തിൽ ആകെ ഉള്ളത് എങ്കിൽ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് 11 എങ്ങനെ 1793 1793 ആയി മാറി. അപ്പൊ അത് കണ്ടുപിടിക്കാൻ 11 ഇൻറ്റു ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 1793 കിട്ടുന്നതെന്ന് അറിയണ്ടേ. അപ്പൊ നമ്മൾക്ക് 11ന്റെ ടേബിൾ നിങ്ങൾ അത്ര വരുന്ന ചൊല്ലി നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1793നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 11 1s are 11. നമ്മൾ മൈനസ് ചെയ്തപ്പോൾ 6 വന്നു. 16 അതിനകത്ത് 6 times 6 11 66. വീണ്ടും മൈനസ് ചെയ്തു 3 വന്നു. എഗെയിൻ 33. 33ക്കകത്ത് 11
3 പ്രാവശ്യം 11 3 33. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 11/10 173. എങ്ങനെ കിട്ടി? 11 × 163 ചെയ്യുമ്പോഴാണ് നമുക്ക് 1793 കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 163 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 × 163 എത്രയാണ്? ഒരു 0 ഉള്ള നമ്പർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ആ സംഖ്യ നമ്മൾ അതുപോലെ എഴുതിയിട്ട് ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മെൻ എന്ന് പറയുന്നത് എത്ര? 1630. നമ്പർ ഓഫ് വിമൻ എന്ന് പറയുന്നത് 1799. 1793 ആണ് വിമന്റെ എണ്ണം. പുരുഷന്മാരുടെ എണ്ണം 1630. സ്ത്രീകളുടെ എണ്ണം എണ്ണമാണ് ഇത് പുരുഷന്മാരുടെ എണ്ണം. മനസ്സിലായല്ലോ? എല്ലാവരും ചെയ്തു നോക്കണേ.